Yeah, friends, once again, welcome back to T Vlogs. It's me, Tinu Olugis. ഓക്കെ, ദേവത അത് തന്നെ ദേവത എന്നെങ്ങാണ്ടാണ് പ്രൊണൗൺസിയേഷൻ ചെയ്യുന്നത്. അപ്പം ഈ ഫിലിമിൻ്റെ ഒരു തെലുങ്ക് ഫിലിമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഹൈപ്പാണ്. ജൂനിയർ NTR ആണ് ചിത്രത്തിലെ നായകൻ. ഓക്കെ, അധികം ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറയുന്നില്ല. എൻ്റെ ട്രെയിലർ ഒന്ന് റിലീസായിട്ടുണ്ട്. തെലുങ്ക്, തമിഴ്, മലയാളം, പിന്നെ കന്നഡ ഒക്കെ റിലീസായിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഇതിൻ്റെ ട്രെയിലർ ഒന്ന് കാണിക്കാം. ഞാൻ മലയാള ട്രെയിലറാണ് കണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ട്രെയിലറിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസും വരുന്നത് കാരണം വിഷ്വൽസ് മാത്രമേ ഞാൻ കാണിക്കത്തുള്ളൂ. തൽക്കാലം ട്രെയിലറിലോട്ട് പോകും, എന്നിട്ട് അതിനുശേഷം നമുക്ക് അടുത്ത റെഫറൻസിലോട്ട് കിടക്കാം. സത്യത്തിൽ ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കിയുള്ള സോഴ്സസും കൂടെ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത്. ഇതിന് തന്നെ ദേവത എന്ന് പറയുന്നത് ആക്ച്വലി 2 വെർഷൻസ് ഉണ്ട്. 2 വെർഷൻസ് എന്നല്ല, 2 പാർട്ടുകളായിട്ട് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പാർട്ടാണ് ഇപ്പോൾ റിലീസാകാൻ പോകുന്നത്. സേവ് വാലിക്കാനുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ മലയാളത്തിൽ നിന്ന് നമ്മുടെ ഷൈംടോൺ ചാക്കോയുണ്ട്. അദ്ദേഹത്തിൻ്റെ തെലുങ്കിലെ ആദ്യത്തെ വേഷമാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ട്രെയിലറും കാര്യങ്ങളും കണ്ടപ്പം എനിക്ക് തോന്നിയ ഒരു ഔട്ട്പുട്ടെന്നല്ല, ഒരു ബാഹുബലി പിന്നെ ബാഹുബലി പ്ലസ് KGF ലെവലിലുള്ള ഒരു സീക്വൻസും കാര്യങ്ങളും ഒക്കെ വിഷ്വൽ കൊള്ളാം. അതുപോലത്തുള്ള കാര്യങ്ങളും ഒക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ മ്യൂസിക് അനിരുദ്ധാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വിക്രവും വേറൊരു ഈ അടുത്തിടെ ഇറങ്ങി ഇന്ത്യനും തമ്മിൽ പറയാൻ പറ്റത്തില്ല എന്തുവാകുന്നുള്ളത്. വിക്രം നല്ലതാണ്, നല്ലൊരു ഔട്ട്പുട്ട് തന്നെ, നല്ല BGM. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വിക്രമത്തിൻ്റെ പല സീക്വൻസുകളും മ്യൂസിക്കും കാര്യങ്ങളുമാണ്. പിന്നെ ഇതിലെ BGMും കാര്യങ്ങളും ഒക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ജൂനിയർ NTRൻ്റെ അദ്ദേഹത്തെ ആദ്യമായിട്ട് ഞാൻ ഒരു സിനിമയിൽ, അതായത് മലയാളം ഡബ്ഡ് സിനിമയിൽ ഞാൻ കാണുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മോഹൻലാൽ കൂടി നായകനായിട്ട് വന്നിട്ടുള്ള ജനതാ ഗ്യാരേജ് എന്ന് പറയുന്ന ഫിലിമാണ്. അത് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന ഒരു അത്യപൂർവം തെലുങ്ക് നടന്മാരിൽ ഒരാളായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതിനുശേഷം RRR, പിന്നെ അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്യുന്ന ട്രെയിലർ കണ്ടപ്പം പോസിറ്റീവ് അഭിപ്രായമാണെങ്കിൽ മാത്രം ഞാൻ പോവും. ഓക്കെ, എനിവേ ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ എന്നല്ല, ട്രെയിലർ കണ്ടു കഴിഞ്ഞ് 27-ാം തീയതിയാണ് ആദ്യ ഭാഗം റിലീസാവുന്നത്. അപ്പം ചിത്രം നല്ലതാണെങ്കിൽ, അല്ല പോസിറ്റീവ് അഭിപ്രായമാണെങ്കിൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. ഓക്കെ,
ഇതിൻ്റെ മലയാളം വെർഷൻ കൂടി അവൈലബിൾ ആയിരിക്കും എല്ലാ തിയേറ്ററുകളും. നിങ്ങൾ മലയാളം പറ്റുമെങ്കിൽ പോയി കാണുക. ഓക്കെ, ഇസ് മീറ്റ് ഇൻ വർഗീസ് ഫ്രം ടി ബ്ലോഗ്സ്.